സ്നേഹസമ്പന്നരായ ഗുരുദേവ ഭക്തരെ, എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 97ാമത് മഹാപരിനിർവാണ ദിനം കന്നി 5 സെപ്റ്റംബർ 21 കടന്ന് വരികയാണ്. ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചതിൻ്റെ ശതാബ്ദിക്ക് ഇനി ഏതാനും വർഷങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഗുരുദേവ ഭക്തന്മാർ ഗുരുദേവൻ്റെ മഹാസമാധി ദിനം തികച്ചും ആധ്യാത്മികമായ അനുഷ്ഠാനത്തോടു കൂടി അനുഷ്ഠിക്കേണ്ടതാണ്. ഗുരുദേവൻ മഹാസമാധിയായി എന്ന് പറയുമ്പോൾ സമാധിയും മഹാസമാധിയും നാം തിരിച്ചറിയണം. ഗുരുദേവൻ ഏതാണ്ട് 30ാമത്തെ വയസ്സിൽ സമാധിയായി എന്ന് പറയാം. അതായത് ദൈവസത്യവുമായി താതാത്മ്യം പ്രാപിച്ച് ദൈവസ്വരൂപമായി. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. 73ാമത്തെ വയസ്സിൽ മഹാസമാധിയായി. അത് ശരീര വേർപാടാണ്. ജീവൻ മുക്തനായ പരമഹംസനായ പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ അവിടുത്തെ ശരീരം ഉപേക്ഷിക്കുന്നു. അതാണ് മഹാസമാധി. ഗുരു പോക്കുവരവറ്റ പൊരുളാണ്. ജനന മരണങ്ങൾക്ക് അതീതമാണ്. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസ്വരരാദിയുമില്ല നാമരൂപം എന്ന് ഗുരുദേവൻ ആത്മോപദേശതകത്തിൽ എഴുതിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുദേവൻ്റെ മഹാസമാധി ദിനം സംബന്ധിച്ച് ശിവഗിരിയിൽ എങ്ങനെയുള്ള ആചാരങ്ങളാണോ നടന്നു വരുന്നത് അത് അനുവർത്തിക്കുവാൻ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുദേവൻ്റെ മഹാസമാധി സമയം ഉച്ചകഴിഞ്ഞ് 3:30. രാവിലെ മുതൽ ഉപവാസം ആരംഭിക്കുകയും ഏതാണ്ടൊരു 3:30 ആകുമ്പോൾ വിശേഷാൽ പൂജ, മഹാസമാധി പൂജ, ഗുരുസ്തവം, ദൈവദശകം എന്നിവ ചൊല്ലി സഹോദരൻ അയ്യപ്പൻ്റെ സമാധി ഗാനം ചൊല്ലി ഗുരുപൂജയോടുകൂടി മഹാസമാധി പൂജ നിർവഹിക്കണം. മഹാസമാധി സംബന്ധിച്ച് ദുഃഖസൂചകമായ യാതൊന്നും അരുത്. കറുത്ത കൊടി കെട്ടുക, കറുത്ത ബാഡ്ജ് ധരിക്കുക, കൊടി ഇറക്കുക. മഹാസമാധി സംബന്ധിച്ച് ഗുരുദേവൻ്റെ വിഗ്രഹത്തിൽ ഒരാൾ ശരീരം ഉപേക്ഷിച്ചത് സംബന്ധിച്ചുള്ള ചില ആചാരങ്ങൾ പൊതിഞ്ഞു വെക്കുക, മുഖം മൂടുക, പിന്നെ ഗുരുപൂജ നടത്താതിരിക്കുക, 2-3 ദിവസത്തേക്ക് ഗുരുമന്ദിരം അടച്ചിടുക. ഇതൊന്നും പാടില്ലാത്തതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗുരുദേവ നിന്ദയാണ്, ഗുരുദേവന് വിരുദ്ധമാണ്. എല്ലാ ദിവസവും എന്ന പോലെ തന്നെ മഹാസമാധി ദിനവും ആചരിച്ചനുഷ്ഠിക്കണം. അന്ന് ആധ്യാത്മികതയ്ക്ക്, ദൈവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. ഗുരുദേവൻ്റെ വിഗ്രഹം കൂടുതലായി അലങ്കരിച്ച് അത് പ്രകാശസ്വരൂപമായ പരബ്രഹ്മ സത്തയാണ് ഗുരുദേവൻ. അങ്ങനെ പ്രകാശസമ്പൂർണമായി ഗുരുദേവൻ്റെ മഹാസമാധി ദിനം സമ്പൂർണമായും ആചരിക്കുക, അനുഷ്ഠിക്കുക. ദുഃഖസൂചകമായി അതൊന്നും പാടില്ല. മഹാസമാധി കഴിഞ്ഞാൽ ഉടനെ ഗുരുപൂജ നടത്തണം. മഹാസമാധി ഗുരുമന്ദിരം അടച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അന്നും അതിൻ്റെ അടുത്ത ദിവസവുമൊക്കെ പൂജയാകാം. അതുകൊണ്ട് ഗുരുദേവൻ്റെ മഹാസമാധി സംബന്ധിച്ച് ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പലയിടത്തും കാണുന്ന ദുരാചാരങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കണം. സമ്പൂർണമായും ഗുരുഭക്തിയോടുകൂടിയ ശിവഗിരി മഠത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ശീലിച്ച് രാവിലെ മുതൽ 3:30 മണി വരെ ഉപവാസം എടുത്ത് മഹാസമാധി പൂജ നടത്തി അതിന് ശേഷം വേണമെങ്കിൽ ഒരു ശാന്തി യാത്ര നടത്താം.
ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലി ഒരു ശാന്തിയാത്ര നടത്തി തിരിച്ചു വന്ന് അന്നദാനമൊക്കെ നടത്തിക്കൊണ്ട് പര്യവസാനിപ്പിക്കുക. ഏതായാലും ഗുരുവിൻ്റെ മഹാസമാധി മഹാപരിനിർവാണം സംബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ദുഃഖസൂചകമാകാതെ ഭക്തിക്ക് ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകി അനുഷ്ഠിക്കുവാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. നമോ വാഗം.